Hi dear friends, welcome to our next video. Next topic, explain the data management system. How to our sheet, how to sort our sheet. Our spreadsheet already number of employees or students details. We may sort this in ascending order or descending order with a single field or more field. ഓക്കെ, അപ്പം നമുക്കിത് സോർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്കിതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, സ്പെസിഫൈഡ് ഗ്രൂപ്പിൽ പെട്ടത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡേറ്റ സോർട്ട് ചെയ്ത് വെക്കാം. സോർട്ട് ചെയ്തതിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഡേറ്റ എടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഡേറ്റ സോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് എക്സൽ ഷീറ്റിലേക്ക് പോകാം. ഓക്കെ, ലുക്ക് ഹിയർ. ഇവിടെ നമ്മൾ എംപ്ലോയി സാലറി റിപ്പോർട്ട് കാണുന്നുണ്ട്. ഏകദേശം 10-28 എംപ്ലോയീസിൻ്റെ, ഒരു 28 എംപ്ലോയീസിൻ്റെ റിപ്പോർട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സാലറി റിപ്പോർട്ട് നമ്മൾ ഫോമാറ്റൊക്കെ ചെയ്ത് കറൻസി സിമ്പിളൊക്കെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഡേറ്റ സോർട്ട് ചെയ്യണം. നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നെയിം വെച്ചോ, ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചോ, ലൊക്കേഷൻ വെച്ചോ, ഡെസിഗ്നേഷൻ വെച്ചോ ഒക്കെ സോർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പം നെയിം ആണല്ലോ ഇമ്പോർട്ടൻസ്. സോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡേറ്റ മുഴുവനും സെലക്ട് ചെയ്യുക. നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ടോട്ടൽ ഫീൽഡ് ഉൾപ്പെടെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ ഷീറ്റ് ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ എങ്ങനെ സോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഡേറ്റ സോർട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ മെനുവിനകത്ത് ഹോം മെനു ഉണ്ട്. ഇത് ഹോം മെനുവിനകത്താണ്, ഹോം മെനുവിന് ഇതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസുകൾ. ഇതിനകത്ത് നമുക്ക് ഫോമാറ്റുകളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണേ, ഇൻസേർട്ട് മെനു ഉണ്ട്. ഇതെടുക്കുമ്പോൾ അതിൻ്റെ ടൂൾസുകൾ കിട്ടും. ലേഔട്ട്, ഷീറ്റ് ലേഔട്ട്, പേജ് മാർജിനൊക്കെ സെറ്റ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാനായിട്ട്, ഫോമുല സെറ്റ് ചെയ്യാൻ, എല്ലാ ഫങ്ഷൻസുകളും ഇതിനകത്തുണ്ട്. ഡേറ്റ മാനേജ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം കുറച്ച് വീതം നമ്മളെടുത്ത് വന്നോളൂ. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ബാക്കി. അപ്പോൾ ഇവിടെ എംപ്ലോയി സാലറി നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഡേറ്റ എന്ന മെനു എടുത്തു. അതിനകത്തുള്ള ടൂൾസുകളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് കണ്ടോ നിങ്ങൾ? സോർട്ട് A to Z സോർട്ടാണ് കിടക്കുന്നത്. അത് Z to A, അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഞാൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടി ഫസ്റ്റ് കോളം സോർട്ട് ബൈ. നമ്മുടെ ഫീൽഡ് നെയിം എല്ലാം വന്നുകൊണ്ടോ, സീരിയൽ നമ്പർ, നെയിം ഓഫ് എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, ഡെസിഗ്നേഷൻ. നമുക്ക് നെയിം ഓഫ് എംപ്ലോയി എന്നുള്ള ഫീൽഡ് വെച്ച് സോർട്ട് ചെയ്യണം. അതിലെ ഡേറ്റയാണ് വേണ്ടത്. അതാണ് വാല്യൂ എന്ന് കൊടുത്തേക്കുന്നത്. അതിലെ കണ്ടൻസുകളെന്ന് ഉദ്ദേശിക്കുന്നതാണ് വാല്യൂ. അല്ല സെൽ നമ്പർ ആകാം, സെൽ കളർ ആവാം, ഫോണ്ട് ആവാം, അതൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ കളർ ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് സോർട്ട് ചെയ്യാം. വാല്യൂ അതിൽ എന്ത് കണ്ടൻസ് ആണോ അത് വെച്ച് നമുക്ക് സോർട്ട് ചെയ്യണം. A to Z. ഇവിടെ ഈ ഓപ്ഷൻ 2 അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഉണ്ട് കണ്ടോ. പിന്നെ കസ്റ്റം ലിസ്റ്റും ഉണ്ട്, നമുക്ക് വേണ്ട പോലെ കൊടുക്കാം. അപ്പോൾ A to Z ഓർഡറിൽ ഞാൻ സോർട്ട് ചെയ്യാണ്. ഓക്കെ ബട്ടൺ കൊടുത്തു. ഷീറ്റ് മാറി വന്നല്ലോ. അപ്പോൾ ആദ്യം അച്ചുപി ആണ് കണ്ടോ, പിന്നെ അച്യുതൻ വന്നു, അകല്യ വന്നു, അമ്പിളി വന്നു. ഈ ഓർഡറിൽ നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്ത് ഈ ഷീറ്റ് കിട്ടി. യശോദാക്കെ തമ്പി. അപ്പം ഈ ഓർഡറിൽ നമുക്ക് ഫീൽഡും റേറ്റും എല്ലാം സോർട്ട് ചെയ്ത് കിട്ടി. ഈ സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് സോർട്ട് ചെയ്യാം. അതിന് മുമ്പായി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുള്ള് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ ഒന്നുകൂടി സോർട്ട് എടുത്തു. ഈ സോർട്ടിനകത്ത് നമുക്ക് ഒരു ഓപ്ഷൻസ് ഫീൽഡ് ഉണ്ട്. ഓപ്ഷൻസ് കണ്ടോ, കോപ്പി ചെയ്യാനൊക്കെ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ കേസ് സെൻസിറ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പർ കേസോ ലോവർ കേസോ ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് സെൻസിറ്റീവ് ഓണാക്കി ആ രീതിക്ക് അപ്പർ കേസും ലോവർ കേസും സെപ്പറേറ്റ് ചെയ്ത്. ഇനി സോർട്ട് ടു ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ ഷീറ്റ് സോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് വെർട്ടിക്കൽ ബേസ് ഷീറ്റ് അല്ല, നിങ്ങൾ ഹൊറിസോണ്ടൽ ബേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ വെർട്ടിക്കലാണ് നമ്മൾ ഫീൽഡ് നെയിം കൊടുത്തേക്കുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ് ഡേറ്റ കൊടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ബേസിലാണ് നമ്മുടെ ഷീറ്റ് കിടക്കുന്നത്, അതുകൊണ്ടാണ് അത് കൊടുത്തത്. പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സോർട്ട് മനസ്സിലായല്ലോ. സോർട്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ നമുക്കൊരു സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് ഡേറ്റ കിട്ടണം എനിക്ക്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് ഗോഡൗൺ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ മാത്രം ഡേറ്റ വേണം, അല്ലെ ക്ലറിക്കലായിട്ടുള്ളവരുടെ മാത്രം ഡേറ്റ വേണം.
അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്യുമ്പോൾ അത് മാത്രം ആദ്യം വരും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫീൽഡ് മാറ്റി സോർട്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഇത് ഫുള്ള് മാറി വരും. ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഏതെങ്കിലും വെച്ചൊന്ന് ഇത് സോർട്ട് ചെയ്ത് നോക്കാം. ഡേറ്റ സോർട്ട് എടുത്തു. നെയിം ഓഫ് എംപ്ലോയി മാറ്റി നമ്മൾ എന്ത് ചെയ്യാം, ലൊക്കേഷൻ എടുക്കാം. ലൊക്കേഷൻ എടുത്തു. A to Z ആണ് കിടക്കുന്ന അതിലെ കണ്ടൻസ് വെച്ച് നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പം നമുക്ക് നോക്കി ആ ലൊക്കേഷൻ ഈസ്റ്റേൺ പാർട്ടെല്ലാം ഫസ്റ്റ് വന്നു ഉണ്ടോ, നോർത്തേൺ, സൗത്തേൺ, വെസ്റ്റേൺ എംപ്ലോയീസ് വന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ബേസിലാണോ സോർട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ സോർട്ട് ചെയ്യും. ഇനി ഈ സോർട്ടഡ് ഡേറ്റയ്ക്ക് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഡേറ്റ എടുക്കണം. ഒരു ഗ്രൂപ്പ് ഡേറ്റ ഫിൽറ്റർ ചെയ്യണം നമുക്ക്. ഇതിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ഓണാക്കി. ഇതേക്കൊക്കെ ഫിൽറ്റർ എന്ന ബട്ടൺ ഓണാക്കി. ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെയാണ് വേണ്ടുന്ന അതിവിടെ വരും. ഇവിടെ കണ്ടോ നിങ്ങൾ സെലക്ട് ഓൾ. ആ സെലക്ട് ഓളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വേണ്ടെങ്കിൽ ഒരെണ്ണം കളഞ്ഞിട്ടെടുത്താൽ ബാക്കിയെല്ലാം വരും. ആ ഡിപ്പാർട്ട്മെൻറ്റ് കാണില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ വേണ്ടാത്തത് കളഞ്ഞാൽ മതി. അതല്ല, സെലക്ഷൻ എല്ലാം ഞാനങ്ങ് ഓഫാക്കി. എല്ലാം ഇപ്പോൾ ഓഫാണ്. എനിക്ക് വേണ്ടുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഇപ്പം മതി. ഓക്കെ, അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓണാക്കി കൊടുത്തു. ഏത് മാത്രമേ വന്നുള്ളൂ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടി ഉണ്ടോ. ഇനി ഞാൻ ഇതിനകത്തും നമുക്ക് ഇതിനകത്ത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൊക്കേഷൻ ഏത് മതി, ആ ലൊക്കേഷൻ ഈസ്റ്റേൺ മാത്രം മതി. സെലക്ട് ആൾ വേണ്ട, ഈസ്റ്റേണേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഈസ്റ്റേൺ പാർട്ടിലെ ആൾക്കാർ മാത്രം വന്നു ഉണ്ടോ. അപ്പോൾ ഈ ഫിൽറ്റർ നമുക്ക് ഇനി ഓണാക്കി സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെലക്ഷൻ ആവും. ഓക്കെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ എംപ്ലോയീസിൻ്റെ വന്നു. ഇനി നമുക്ക് ഡെസിഗ്നേഷൻ വെച്ചൊന്ന് ഫിൽറ്റർ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം വേണ്ട. അപ്പോൾ അക്കൗണ്ട്സ് വേണ്ട, അക്കൗണ്ട്സ് ഓഫീസറെ വേണ്ട, ബാക്കി എല്ലാവരെയും വേണം. അവരുടെ എങ്ങ് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം വന്നു ഉണ്ടാ. അപ്പം നമ്മൾ ഫിൽറ്റർ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഫിൽറ്റർ സെലക്ട് കൊടുക്കുക, സെലക്ട് ആൾ കൊടുക്കുക, തിരിച്ച് വിളിക്കുമ്പോൾ എല്ലാവരുടെയും കിട്ടി. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണേ, അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് ആൾ കൊടുത്ത് തിരിച്ച് വിളിക്കാം. ഓക്കെ, ഫിൽറ്റർ വേണ്ടാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓഫാക്കി കളയാം. ഓഫായി. അപ്പോൾ ആവശ്യമുള്ളവരെ മാത്രം ഇപ്പോൾ ബേസിക് പേ എടുക്കണം. ബേസിക് പേ നിങ്ങൾ സെലക്ട് ചെയ്ത് ഫിൽറ്റർ കൊടുക്കുക. ബേസിക് പേ മാത്രം ഏതാ ഗ്രൂപ്പിൽ പെട്ടെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓഫീസേഴ്സ് മാത്രം വേണം, ഫിൽറ്റർ ഓൺ ആക്കുക, ഓഫീസേഴ്സിൻ്റെ എടുക്കുക. അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഡേറ്റ എടുക്കാം. ഫിൽറ്റർ സെർച്ചിങ്ങിനകത്ത് അഡ്വാൻസ് ഫിൽറ്റർ ഉണ്ട്. ഇതിൻ്റെ ബാക്കി ഫിൽറ്ററിൻ്റെ ക്ലാസ്സുകളിൽ സമയം വളരെ അതിക്രമിച്ച് 7 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഡ്വാൻസ് ഫിൽറ്റർ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. എന്നോടൊപ്പം എല്ലാ വീഡിയോകളും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ബൈ. വി വിൽ കം ടു അവർ നെക്സ്റ്റ് വീഡിയോ.